നമസ്കാരം. കീമിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുന്ന ക്ലാസ്സുകളുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 21 മുതലുള്ള ക്വസ്റ്റ്യൻസാണ് സോൾവ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 21. An object moving in a straight line with velocity 100 meter per second goes past a stationary observer. If the object emits note of 400 Hz while moving, the change in frequency noted by the observer as the object goes past him is, you are given speed of sound in air, that is 300 meter per second. So here, ഈ പ്രോബ്ലം ഒന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് an observer, you have an observer here. Source of sound is moving towards the observer. That is with velocity 100 meter per second. Then this source, it moves past the stationary observer. അപ്പോൾ ആദ്യം source is coming towards the observer. പിന്നീട് എന്ത് സംഭവിക്കുന്നു? Source is moving away from the observer. അപ്പോൾ ഈ രണ്ട് കേസും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ഒബ്സർവറിന് ഫീൽ ചെയ്യുന്ന ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എത്രയാണ്. അപ്പൊ നമുക്കറിയാം when the source is moving or away, moving towards or away from the listener or observer, there is a change in frequency. An apparent change in frequency will be there. അപ്പോൾ സോഴ്സ് അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. സോഴ്സ് ദൂരേക്ക് അല്ലെങ്കിൽ എവേ ഫ്രം ദി ഒബ്സർവർ മൂവ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്ന ഒരു ഫ്രീക്വൻസി ഉണ്ടാവും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഫ്രീക്വൻസിക്കുള്ള ഇക്വേഷൻ നോക്കാം. ന്യൂ ഡാഷ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി പ്ലസ് ഓർ മൈനസ് വി ഒ ഡിവൈഡഡ് ബൈ വി പ്ലസ് ഓർ മൈനസ് വി എസ്. വി നമുക്കറിയാം വെലോസിറ്റി ഓഫ് സൗണ്ട് ആണ്. വി ഒ വെലോസിറ്റി ഓഫ് ദി ഒബ്സർവർ ഓർ ദി ലിസണർ. വി എസ് വെലോസിറ്റി ഓഫ് ദി സോഴ്സ്. ഇതാണ് ജനറൽ ഇക്വേഷൻ. ഈ ഒരു ജനറൽ ഇക്വേഷൻ ഓർത്ത് വെക്കുക. എല്ലാ കേസിലും നമുക്ക് ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പൊ ഇവിടെ ഫസ്റ്റ് കേസിൽ സോഴ്സ് ഇസ് മൂവിംഗ് ടുവേർഡ്സ് ദി ഒബ്സർവർ. സോ വി ക്യാൻ യൂസ് ദിസ് ഫോർമുല. ന്യൂ ഡാഷ് ഈക്വൽ ടു ന്യൂ ഇൻറ്റു വി ബൈ വി മൈനസ് വി എസ്. ഒബ്സർവർ സ്റ്റേഷനറി ആണ് തന്നിട്ടുണ്ട്, അതുകൊണ്ട് വി ഒ 0 ആണ്. സോ വി ബൈ വി മൈനസ് വി എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 400 ഇൻറ്റു 300 velocity of sound divided by 300 minus 100. So you'll get 600 Hertz. ഇതാണ് when the source is moving towards the observer. ആ ഒബ്സർവറിന് ഫീൽ ചെയ്യുന്ന അപ്പാരന്റ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 600 Hertz ആണ്. ഇനി സെക്കൻഡ് കേസിൽ the source is moving away from the observer. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ന്യൂ ഡബിൾ ഡാഷ്, പുതിയ ഫ്രീക്വൻസി നമുക്ക് ന്യൂ ഡബിൾ ഡാഷ് എന്ന് കൊടുക്കാം. ന്യൂ ഇൻറ്റു വി ബൈ വി പ്ലസ് വി എസ്. ഓക്കെ, അപ്പൊ ഇവിടെ മൂവിംഗ് ടുവേർഡ്സ് ആകുമ്പോൾ വി മൈനസ് വി എസ് ഉപയോഗിച്ചു. മൂവിംഗ് എവേ ആണ് അടുത്ത കേസ്, അപ്പോൾ വി പ്ലസ് വി എസ്. സോ ഹിയർ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് 400 ഇൻറ്റു 300 divided by 300 plus 100. So 400 into 300, you will get 300 Hertz. അപ്പോ ഈ ഒരു ഫ്രീക്വൻസി ഇതാണ് ഒബ്സർവറിന് ഫീൽ ചെയ്യുന്ന ഫ്രീക്വൻസി. ഓക്കെ, വെൻ ദ സോഴ്സ് ഇസ് മൂവിംഗ് എവേ ഫ്രീക്വൻസി ഇസ് 300 Hertz and when the source is moving towards the frequency is 600 Hertz. Now what is the change in frequency as the observer or the object goes past him? അതായത് ഒബ്സർവറിനെ കടന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ ഫ്രീക്വൻസി എന്തായിരിക്കും? So change in frequency is 600 minus 300 equal to 300 Hertz. Now question number 22. The electric flux in SI units through any face of a cube due to a positive charge capital Q situated at the center of a cube is. അതായത് ഒരു ക്യൂബിന്റെ ഒരു ഫേസിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കണ്ടെത്തേണ്ടത്. ആ ക്യൂബ് എൻക്ലോസ് ചെയ്യുന്ന ചാർജ് ക്യാപിറ്റൽ ക്യൂ ആണ്. അതിന്റെ സെന്ററിൽ ക്യാപിറ്റൽ ക്യൂ എന്ന ചാർജ് ആണുള്ളത്. അതുകൊണ്ടുണ്ടാവുന്ന ഫ്ലക്സ്, ഒരു ഫേസിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ്. സോ ക്യൂബിന്റെ കേസിൽ വി നോ ദർ ആർ 6 ഫേസസ്. 6 ഫേസ് ആണ് ക്യൂബിനുള്ളത്. അപ്പൊ ടോട്ടൽ ഫ്ലക്സ് ബൈ ഗോസ് ലോ φ ഈക്വൽ ടു ക്യൂ ബൈ എപ്സിലോൺ 0. ഇതാണ് ടോട്ടൽ ഫ്ലക്സ്. അത് 6 ഫേസിലൂടെയാണ് കടന്നു പോവുക. അപ്പോൾ ഒരു ഫേസിലൂടെയുള്ള ഫ്ലക്സ് എന്ന് പറയുന്നത് φ ഈക്വൽ ടു ക്യൂ ബൈ 6 എപ്സിലോൺ 0. Now question number 23.
A capacitance of a parallel plate capacitor is 10 μF. Dielectric constant of the medium to be introduced in between its plates to double its capacitance is. So capacitance in the equation നോക്കുക, C equal to K into epsilon 0 A by D. അപ്പോൾ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ടാവുമ്പോൾ കെയും കൂടി ഉണ്ടാവും. കെ ആണ് ഡയലക്ട്രിക് കോൺസ്റ്റന്റ്. സോ ഈ കപ്പാസിറ്റൻസ് ഡബിൾ ചെയ്യണമെങ്കിൽ കെ ഷുഡ് ബി ഈക്വൽ ടു 2. ഓക്കെ, സോ ഡയലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഡയലക്ട്രിക് മെറ്റീരിയൽ ഇല്ലാതെ ആകുമ്പോൾ എപ്സിലൺ 0 എ ബൈ ഡി ആണ് കപ്പാസിറ്റൻസ്. ഡയലക്ട്രിക് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കെ ഇൻറ്റു എപ്സിലൺ 0 എ ബൈ ഡി. സോ ന്യൂ കപ്പാസിറ്റൻസ് ഡബിൾ ചെയ്യണമെങ്കിൽ കെ ഷുഡ് ബി ഈക്വൽ ടു 2. ക്വസ്റ്റ്യൻ നമ്പർ 24. The electric potential V at any point x, y, z in space is given by V equal to 4z square volt, where x, y, z are all in meter. The electric field at that point 1 meter, 0, 2 meter in volt per meter is. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ ആണ്. 4z സ്ക്വയർ ആണ് ഇലക്ട്രിക് പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ. ചെയ്യേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് പോയിന്റിൽ? കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. അറ്റ് വിച്ച് പോയിന്റ് യു വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ഇലക്ട്രിക് ഫീൽഡ്? കോർഡിനേറ്റ്സ് 1, 0, 2. അപ്പോ ദ റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് നോക്കാം. സോ ഇ ഈക്വൽ ടു മൈനസ് ഡി വി ബൈ ഡി ആർ. ഇവിടെ നമ്മുടെ ഇക്വേഷനിൽ 4z സ്ക്വയർ ആണ്. അപ്പോൾ എക്സ് വൈ ഒന്നും ഇക്വേഷനിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ മൈനസ് ഡി ബൈ ഡി സെഡ് ഓഫ് വി എന്നുള്ളത് എടുക്കാം. മൈനസ് ഡി ബൈ ഡി സെഡ് ഓഫ് വിക്ക് പകരം 4z സ്ക്വയർ. സോ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം. സോ ഇ സെഡ് ഈക്വൽ ടു മൈനസ് 8z. സെഡിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. 1, 0, 2 ആണ് കോർഡിനേറ്റ്സ്. സെഡ് കോർഡിനേറ്റ് 2 ആണ്. സോ മൈനസ് 8 into 2 ഈക്വൽ ടു മൈനസ് 16 വോൾട്ട് പെർ മീറ്റർ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ എക്സ് കമ്പോണന്റ് 0, y component 0 and z component minus 16 volt per meter. So you can write the option 16 along negative z axis. Okay, value 16 along negative z axis, option B, right? Now question number 25. The work done in moving a point charge of 10 microcoulomb through a distance of 3 cm along the equatorial axis of an electric dipole is. Work done ആണ് കണ്ടുപിടിക്കേണ്ടത്. ചാർജ് തന്നിട്ടുണ്ട് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 3 cm along the equatorial axis. അപ്പോൾ ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ ആക്സിസിലുള്ള പൊട്ടൻഷ്യൽ എന്താണെന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇക്വറ്റോറിയൽ പ്ലെയിൻ ഇസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഒരു ഇലക്ട്രിക് ഡൈപോളിന്റെ ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. സോ ഓൺ ദി ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ്സ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോ ആ കേസിൽ വർക്ക് ഡൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ ഓപ്ഷൻ ഇ. Now question number 26. A steady current flows in a metallic conductor of non-uniform cross-section. The quantities that remain constant along the length of the conductor. ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് along the length constant ആയിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. അവിടെ ഓപ്ഷൻസ് നോക്കാം. കറന്റ്, ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഡ്രിഫ്റ്റ് സ്പീഡ്. ഓപ്ഷൻ ബി ഡ്രിഫ്റ്റ് സ്പീഡ് ഓൺലി. ഓപ്ഷൻ സി കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് സ്പീഡ് ഓൺലി. ഓപ്ഷൻ ഡി കറന്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഓൺലി. ആൻഡ് ഓപ്ഷൻ ഇ കറന്റ് ഓൺലി. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനില് ഏറ്റവും നന്നാവുക ഇതിൽ ഏതൊക്കെ ക്വാണ്ടിറ്റീസ് ആണ് കോൺസ്റ്റന്റ് അല്ലാത്തത്, അല്ലെങ്കിൽ ഓരോന്നായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസ് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം കോൺസ്റ്റന്റ് ആണോ എന്നുള്ളത്. ഡ്രിഫ്റ്റ് സ്പീഡിന്റെ ഇക്വേഷൻ വി ഡി ഈക്വൽ ടു ഐ ബൈ എൻ ഇ എ ഓർ വി ഡി പ്രൊപ്പോർഷണൽ ടു 1/a. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നോൺ യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണ്. അപ്പോ ഡ്രിഫ്റ്റ് സ്പീഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. So that means drift speed constant alla. Then we have the relation E equal to V by L, or V ki pagaram IR by L, or I into R nu pagaram rho L by A substitute ചെയ്ത് കഴിഞ്ഞാൽ you will get I rho by A, or E proportional to 1/a. What does it mean? The electric field intensity also depends on area of cross section. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ
ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഉള്ളത് നമുക്ക് ഒഴിവാക്കാം, കാരണം ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് ഇപ്പോൾ മനസ്സിലായി. ഡ്രിഫ്റ്റ് സ്പീഡ് ഒഴിവാക്കാം, കാരണം ഡ്രിഫ്റ്റ് സ്പീഡും ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പൊ ഇതൊന്നും ഇല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഇ ആണ്. ദാറ്റ് ഇസ് കറന്റ് ഓൺലി. കറന്റ് മാത്രമാണ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ. Question number 27. In a platinum resistance thermometer, the resistances of the wire at ice point and steam point are of 4 ohm and 4.25 ohm respectively. When the thermometer is kept in a hot water bath whose temperature is not known, the resistance of the wire is found to be 4.5 ohm. The temperature of the hot water bath is. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് തന്നിട്ടുള്ളത് ഐസ് പോയിന്റ്, സ്റ്റീം പോയിന്റ്, ഈ രണ്ട് ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ദെൻ യു വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ടെമ്പറേച്ചർ ഓഫ് ദി ഹോട്ട് വാട്ടർ ബാത്ത്. അപ്പൊ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഇക്വേഷൻ ആൽഫ ഈക്വൽ ടു ആർ ടി മൈനസ് ആർ സീറോ ഡിവൈഡഡ് ബൈ ആർ സീറോ ഇൻറ്റു ടി മൈനസ് ടി സീറോ. ആർ ടി എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് അറ്റ് എ ഹയർ ടെമ്പറേച്ചർ, ആർ സീറോ ഇസ് ദ റെസിസ്റ്റൻസ് അറ്റ് ലോവർ ഓർ ഐസ് പോയിന്റ്. ഇവിടെ തന്നിട്ടുള്ളത് ഐസ് പോയിന്റ് ആണ്, ആ ടെമ്പറേച്ചറിലുള്ള റെസിസ്റ്റൻസ്. ദെൻ ആർ സീറോ ഇൻറ്റു ടി മൈനസ് ടി സീറോ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കേസാണല്ലോ തന്നിട്ടുള്ളത്, ആ രണ്ട് കേസിനും കറസ്പോണ്ടിങ് ഇക്വേഷൻ എഴുതാം. സ്റ്റീം പോയിന്റ് ആൻഡ് ഐസ് പോയിന്റ്, അതാണ് ആദ്യത്തെ കേസ്. സോ ആർ അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ് മൈനസ് ആർ അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് ഡിവൈഡഡ് ബൈ ആർ സീറോ ഇൻറ്റു ഡിഫറൻസ് 100 മൈനസ് 0. ഓക്കെ, ദാറ്റ് ഈസ് 100 ഈക്വൽ ടു രണ്ടാമത്തെ കേസിൽ ഹയർ ടെമ്പറേച്ചർ നമുക്ക് അറിയില്ല, അതാണ് കണ്ടെത്തേണ്ടത്. സോ ആർ ടി റെസിസ്റ്റൻസ് അറ്റ് ദ ഹയർ ടെമ്പറേച്ചർ, ടെമ്പറേച്ചർ ഓഫ് ദി ഹോട്ട് വാട്ടർ ബാത്ത് ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. സോ ആർ ടി മൈനസ് ആർ സീറോ, ആർ സീറോ തന്നിട്ടുണ്ട്, ഡിവൈഡഡ് ബൈ ആർ സീറോ ഇൻറ്റു ടി മൈനസ് 0. ഈ ടെമ്പറേച്ചർ നമുക്ക് അറിയില്ല, അതാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, ആർ ടി തന്നിട്ടുണ്ട്, പക്ഷെ ടി എന്ന ടെമ്പറേച്ചർ, പുതിയ ടെമ്പറേച്ചർ അറിയില്ല. ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Resistance at steam point 4.25 minus resistance at ice point 4 divided by 100 minus 0, 100 equal to resistance at the higher temperature തന്നിട്ടുണ്ട്, that is 4.5 minus R0 4 divided by ഹയർ ടെമ്പറേച്ചർ ടി ആണ്, അത് തന്നിട്ടില്ല, അത് ടി തന്നെ എടുക്കുന്നു. അപ്പൊ രണ്ട് സൈഡിലും R0 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഓക്കെ, R0 തന്നിട്ടില്ല, ഇവിടെ ആവശ്യമില്ല, അത് ക്യാൻസൽ ചെയ്യുന്നു. സോ ദ ഇക്വേഷൻ ബിക്കംസ് 0.25 ഡിവൈഡഡ് ബൈ 100 ഈക്വൽ ടു 0.5 ബൈ ടി, ഓർ ടി ഈക്വൽ ടു 0.5 into 100 divided by 0.25. So you'll get 200 degree Celsius. Now question number 28. Internal resistance of a cell is independent of. Internal resistance ഏത് ക്വാണ്ടിറ്റിയാണ് ഡിപ്പെൻഡ് ചെയ്യാത്തത് എന്നാണ്. അപ്പോൾ അവിടെ സർക്യൂട്ട് എലമെന്റ്സ് കണക്റ്റഡ് ടു ഇറ്റ്, സർഫസ് ഏരിയ, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഇലക്ട്രോഡ്, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്സ്, ടെമ്പറേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇതിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരേ ഒരു കാര്യം, ഫാക്ടർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സർക്യൂട്ട് എലമെന്റ്സ് കണക്റ്റഡ് ടു ഇറ്റ്. ബാക്കി എല്ലാ ഫാക്ടേഴ്സിലും ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഓപ്ഷൻ എ ഇസ് ദി ആൻസർ. Now question number 29. 6 cells, each of EM of 5 volt and internal resistance 0.1 ohm are connected as shown in figure. The reading of the ideal voltmeter is options 30 volt, 5 volt, 15 volt, 0.5 volt. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് തന്നിട്ടുള്ളത് 6 സെൽസ് ആണ്, ഓരോന്നിനും 5 വോൾട്ട് ആണ്, ഇന്റേണൽ റെസിസ്റ്റൻസ് 0.1 ഓം. ഇപ്പൊ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ സെൽസ് ആണ് സീരീസിലുള്ളത് നോക്കാം. കൺസിഡർ സെൽസ് 6, 1, 2 and 3. ഓക്കെ, അതിന്റെ കണക്ഷൻ നോക്കൂ. 6th സെല്ല്, 6 എന്നുള്ളതിന്റെ നെഗറ്റീവിൽ നിന്ന് 1ന്റെ പോസിറ്റീവിലേക്ക്, 1ന്റെ നെഗറ്റീവിൽ നിന്ന് 2ന്റെ പോസിറ്റീവിലേക്ക്, 2ന്റെ നെഗറ്റീവിൽ നിന്ന് 3യുടെ പോസിറ്റീവിലേക്ക്. അപ്പൊ ഈ 4 സെൽസും സീരീസിലാണ്. ഓക്കെ, 6, 1, 2 and 3 ആർ ഇൻ സീരീസ്. 5ഉം 4ഉം ആ രീതിയിലല്ല കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ 4 സെല്ല് സീരീസിലാവുമ്പോൾ അതിന്റെ ടോട്ടൽ വോൾട്ടേജ് നമുക്ക് 4 into 5 20 വോൾട്ട് എന്ന് എടുക്കാം. 4 and 5 സീരീസിലല്ല കണക്ട് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ടോട്ടൽ വോൾട്ടേജ് 10 വോൾട്ട് എന്ന് എടുക്കാം. ഓക്കെ,
So current is total EMF by total resistance. Total EMF 20 minus 10 divided by total resistance 6 into 0.1. That is 10 by 0.6 or 50 by 3 ampere. And V equal to E minus IR. അവിടെ E 5 ആണ് minus 50 by 3 into R 0.1. So 5 minus 5 by 3 or V equal to 10 by 3 volt. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഈ ആൻസർ ഇല്ല. ഓക്കെ, 30, 5, 15, 0.5 അതിൽ ഈ ഓപ്ഷൻ കാണുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 10 by 3 വോൾട്ട് ആണ്. Question number 30. Which one of the following characteristics is not associated with a paramagnetic material? പാരാമാഗ്നറ്റിക് മെറ്റീരിയലിന്റെ കേസിൽ ശരിയല്ലാത്തത് ആണ് എഴുതേണ്ടത്. ഇതിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്. ഇറ്റ്സ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ എന്നുള്ളത്. ബാക്കിയെല്ലാം അതിന്റെ കേസിൽ പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസസിന്റെ കേസിൽ ശരിയാണ്. അപ്പോൾ ഡയാ പാരാ ഫെറോ മാഗ്നറ്റിക് സബ്സ്റ്റൻസസിന്റെ പ്രോപ്പർട്ടീസും എക്സാമ്പിൾസും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. Question number 31. A coil of 50 turns carrying a current of 2 ampere in a magnetic field of 0.5 Tesla. The torque acting on the coil. തന്നിട്ടുള്ള കാര്യങ്ങൾ N, then I, magnetic field B. Torque ആണ് കണ്ടുപിടിക്കേണ്ടത്. So you have the relation tau equal to NIAB sin theta. ഇപ്പൊ തന്നിട്ടുള്ള ഫിഗർ അനുസരിച്ച് തീറ്റ 90 ഡിഗ്രി ആണ്. ആംഗിൾ ബിറ്റ്വീൻ മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് perpendicular to the plane of the coil, theta 90 degree. So substitute ചെയ്ത് കഴിഞ്ഞാൽ you'll get 0.4 Newton meter and the torque is acting in the clockwise direction. Rule ഉപയോഗിച്ചിട്ട് you can find out the direction of torque. Now question number 32. A long solenoid with 500 turns per unit length carries a current of 1.5 ampere. The magnetic induction at one of the ends of the solenoid on its axis is nearly. അപ്പോൾ ഇവിടെ സോളിനോയിഡിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ അറ്റ് വൺ എൻഡ്, ഒരു എൻഡിൽ ഉണ്ടാകുന്ന ഫീൽഡ് ഇൻഡക്ഷൻ ആണ്. വിത്തിൻ ദ സോളിനോയിഡ് വി നോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ ഇസ് μ0 Ni. പക്ഷെ ഒരു എൻഡിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡക്ഷൻ ഇസ് ഗിവൺ ബൈ μ0 Ni by 2. സോളിനോയിഡിന്റെ ഒരു എൻഡിൽ അനുഭവപ്പെടുന്ന മാഗ്നറ്റിക് ഇൻഡക്ഷൻ μ0 Ni by 2 ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് 47 into 10⁻⁻⁵ ടെസ്ല. Question number 33. Choose the wrong statement. Magnetic declination is greater at higher latitudes and smaller near the equator. In most of the northern hemisphere, south pole of the dip needle tilts downwards. C. Circulating electron in an atom has a magnetic moment. Option D. The magnetic declination at Delhi is 41 minutes east and at Mumbai 58 minutes west. Option E. At the poles, the magnetic field lines are converging or diverging vertically so that the horizontal component is negligible. ഏതാണ് റോങ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഹിയർ ഓപ്ഷൻ ബി ആണ് റോങ് സ്റ്റേറ്റ്മെന്റ്. എന്താണ്? ഇൻ മോസ്റ്റ് ഓഫ് ദ നോർത്തേൺ ഹെമിസ്ഫിയർ സൗത്ത് പോൾ ഓഫ് ദ ഡിപ്പ് നീഡിൽ ടിൽസ് ഡൗൺവേർഡ്സ്. നോർത്തേൺ ഹെമിസ്ഫിയറില് ഡിപ്പ് നീഡിലിന്റെ സൗത്ത് പോള് താഴേക്കാണ് എന്നുള്ളതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ. Question number 34. The magnetic field at the center of a circular coil of 50 turns and radius 10 cm carrying a current of 1 ampere in Tesla. Magnetic field at the center of a circular coil. അതിനുള്ള ഫോർമുല μ0 Ni by 2a. ഓക്കെ, സെന്ററിലുള്ള ഫീൽഡിന്റെ ഫോർമുലയാണിത്, μ0 Ni by 2a. അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. μ0യുടെ വാല്യൂ 4π into 10⁻⁻7 ആണ്. എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് π into 10⁻⁻4 ടെസ്ല. Question number 35. Choose the wrong statement for the pure inductive circuit. Inductive reactance limits the current in a purely inductive circuit. അത് ശരിയാണ് അല്ല. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ് കറന്റ് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടർ. ആവറേജ് പവർ സപ്ലൈഡ് ടു ആൻ ഇൻഡക്ടർ ഓവർ 1 കംപ്ലീറ്റ് സൈക്കിൾ ഇസ് 0. സോ ഇൻഡക്ടർ സർക്യൂട്ടിൽ ആവറേജ് പവർ 0 ആണ്.
Then inductive reactance is directly proportional to frequency of the circuit. Inductive reactance നമുക്കറിയാം XL equal to L omega ആണ്. അപ്പോൾ directly proportional ആണ്. ശരിയാണ്. EMF of the source and current oscillate symmetrically about zero value. ശരിയാണ്. Then current leads the voltage by pi by 2. That is a wrong statement. അതായത് കറന്റ് ഇൻഡക്ടർ സർക്യൂട്ടിൽ കറന്റ് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ് ബൈ pi by 2. So answer is option E. A train running at a speed of 72 km per hour on the rails separated by a distance of 150 centimeters. If the vertical component of Earth's magnetic field at the place is 4 into 10 raised to minus 5 Tesla, induced EMF on the rails is. So induced EMF equation BLV. Motional EMF in the equation ആണ് യൂസ് ചെയ്യുക BLV. എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. Vertical component of magnetic field B, length L. Velocity should be in meter per second. അത് നമുക്ക് തന്നിട്ടുള്ളത് കിലോമീറ്റർ പെർ അവർ ആണ്. സോ 72 into 5 by 18 ചെയ്ത് കഴിയുമ്പോൾ മീറ്റർ പെർ സെക്കൻഡിലേക്കാവും. സോ യു വിൽ ഗെറ്റ് 1.2 millivolt. Question number 37. A transformer operates at VP equal to 6 kilovolt on the primary side and supplies electric energy at VS equal to 220 volt to a number of houses in a town. If the total power consumption of the town is 7.2 kilowatt, the current in amperes in the primary is. So, തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് നോക്കാം. പ്രൈമറി വോൾട്ടേജ് 6000 വോൾട്ട്, സെക്കൻഡറി വോൾട്ടേജ് 220 വോൾട്ട്, ഔട്ട്പുട്ട് പവർ ദാറ്റ് ഈസ് VS into IS 7.2 into 10 raised to 3. Then we have the relation VS by VP equal to IP by IS. അതിൽ നിന്ന് IP ഈക്വൽ ടു VS by VP into IS. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് VS നമുക്കറിയാം 220 ഡിവൈഡഡ് ബൈ VP 6000 into IS ഇതിൽ നിന്ന് നമുക്ക് എഴുതാം 7.2 into 10 raised to 3 divided by VS. So you'll get 7.2 by 6 or 1.2 ampere, right? Now question number 38. The relation between the charge flow delta Q through the circuit of resistance R and the change in magnetic flux delta phi B is. തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ് എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയുന്ന റിലേഷൻ ഇതാണ്. ഇൻഡ്യൂസ്ഡ് EMF E ഈക്വൽ ടു ഡെൽറ്റ ഫൈ ബൈ ഡെൽറ്റ ടി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് എന്നുള്ളത്. അപ്പോൾ EMFന് പകരം I into R എന്ന് കൊടുക്കാം. ഡെൽറ്റ ഫൈ ബി ബൈ ഡെൽറ്റ ടി. ഐക്ക് പകരം ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ ടി. ദാറ്റ്സ് ഈക്വൽ ടു 1 by R delta phi B by delta T, or delta Q equal to 1 by R delta phi B. So you have the answer. Delta Q equal to 1 by R delta phi B. That is option A. Okay. Now question number 39. If an electromagnetic wave of frequency 5 megahertz travels from vacuum into a dielectric medium of electrical permittivity epsilon R equal to 4, then you are given mu R equal to 1. തന്നിട്ടുണ്ട്. Then you are given some statements. Wavelength is halved and the frequency remains unchanged. Wavelength and frequency are both doubled. Wavelength and frequency both remain unchanged. Wavelength is doubled but the frequency remains unchanged. Wavelength remains unchanged but the frequency is doubled. ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരി എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. തന്നിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ശരിയെന്ന് നമുക്ക് നോക്കണം. സോ സപ്പോസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇസ് C dash ഈക്വൽ ടു 1 by root of mu epsilon. ഇത് മീഡിയത്തിലുള്ള സ്പീഡാണ് വിചാരിക്കാം. ഇനി വാക്വത്തിലുള്ള സ്പീഡ് നമുക്കറിയാം 1 by root of mu 0 epsilon 0 ആണ്. Then you are given that C dash ഈക്വൽ ടു 1 by 2 root of mu 0 epsilon 0. അതെങ്ങനെ കിട്ടി നോക്കൂ. ഇതാണ് നമ്മുടെ റിലേഷൻ. മ്യൂ എപ്സിലൺ എന്നുള്ളത് മ്യൂവിന് പകരം mu 0 mu r എന്ന് കൊടുക്കാം. എപ്സിലണിന് പകരം epsilon 0 epsilon r എന്ന് കൊടുക്കാം. ഓക്കെ, mu r 1 ആണെന്ന് തന്നിട്ടുണ്ട്. epsilon r ന്റെ വാല്യൂ 4 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് root of 4 എന്നുള്ളതാണ് 2 എന്ന് എഴുതിയിട്ടുള്ളത്. സോ C dash ഈക്വൽ ടു 1 by 2 root mu 0 epsilon 0. What is mu 0 epsilon 0? It is C.
So C dash equal to C by 2 എന്ന് കിട്ടും. Okay. Then you have C equal to nu lambda. C dash equal to nu lambda dash. മീഡിയത്തിലുള്ളത് C dash ആണ്. അവിടെ വേവ് ലെങ്ത് ആണ് ചേഞ്ച് ചെയ്യുക, ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യുന്നില്ല. അതാണ് ഓർത്ത് വെക്കേണ്ട ഒരു കാര്യം. ഫ്രീക്വൻസി ഡസ് നോട്ട് ചേഞ്ച് when light passes from or the electromagnetic wave passes from one medium to another medium. Frequency remains same. So C by C dash രണ്ട് ഇക്വേഷൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ C by C dash equal to lambda by lambda dash. What is C by C dash? It is 2. Okay. So 2 equal to lambda by lambda dash or lambda dash equal to lambda by 2. അപ്പോൾ wavelength is halved and frequency unchanged. Question number 40. Among the following which is not true for ultraviolet light? എല്ലാ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെയും യൂസസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഇവിടെ തന്നിട്ടുള്ളത് കുറച്ച് യൂസസ് ആണ്. അതിൽ ഏതാണ് അൾട്രാവയലറ്റ് ലൈറ്റിന്റെ കേസിൽ ശരിയല്ലാത്തത്? നോട്ട് ട്രൂ. ഇൻഡ്യൂസസ് ദ പ്രൊഡക്ഷൻ ഓഫ് മോർ മെലാനിൻ കോസിംഗ് ടാനിങ് ഓഫ് ദ സ്കിൻ, ക്യാൻ ബി ഫോക്കസ്ഡ് ഇൻ ടു very narrow beams, kill germs in water purifiers, used in eye surgery, treatment for certain forms of cancer. ഇതിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ ഇ ആണ്. ഓക്കെ, ബാക്കിയെല്ലാം അൾട്രാവയലറ്റ് റേസിന്റെ കേസിൽ ശരിയാണ്. അതിന്റെ യൂസസ് തന്നെയാണ്. ഇനി കീം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫസ്റ്റ് പാർട്ട്, വീഡിയോയുടെ ഫസ്റ്റ് പാർട്ടിൽ ചെയ്ത പ്രോബ്ലംസിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് ഞാൻ കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോബ്ലം ഒന്നുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ചെയ്യാണ്. അതായത് ക്വസ്റ്റ്യൻ ഇതായിരുന്നു: 4 particles of masses m1 equal to 1 kilogram, m2 equal to 2 kilogram, m3 equal to 1 kilogram and m4 are placed at the 4 corners of a square. The mass m4 required so that the center of mass of all the 4 particles is exactly at the center of the square is. You are given 4 masses. അതിൽ 4th mass ആണ് കണ്ടെത്തേണ്ടത്. ഒരു സ്ക്വയറിന്റെ കോർണേഴ്സിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ ആ ഒരു കേസിൽ നമ്മൾ സിമെട്രി വെച്ചിട്ട് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. സിമെട്രി വെച്ചിട്ടാവുമ്പോൾ m4 equal to 2 തന്നെ കിട്ടും. ഓക്കെ, അപ്പൊ ഈ രീതിയിലാണ് മാസസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 0 0 ആണെന്ന് വിചാരിക്കുക. ഫസ്റ്റ് മാസിന്റെ കോർഡിനേറ്റ് 1 കിലോഗ്രാം, A0 2 കിലോഗ്രാം, AA 1 കിലോഗ്രാം, 0A അവിടെയാണ് m4 എന്ന മാസ്. ഇതിപ്പോ സിമെട്രി വെച്ചിട്ട് ഇത് നമുക്ക് പറയാം, ഇവിടെ 2 കിലോഗ്രാം ആയതുകൊണ്ട് ഇവിടെയും 2 കിലോഗ്രാം തന്നെ ആയിരിക്കണം. എന്നാൽ മാത്രമേ സ്ക്വയറിന്റെ സെന്ററിൽ സെന്റർ ഓഫ് മാസ് വരുന്ന ഒരു കേസ് വരുള്ളൂ. അതല്ലാതെ ഫോർമുല വെച്ച് ചെയ്തതിലാണ് ചെറിയൊരു മിസ്റ്റേക്ക് വന്നത്. അതായത് കോർഡിനേറ്റ്സ് ഓഫ് സെന്റർ ഓഫ് മാസ്, ഈ കേസിൽ സെന്റർ ഓഫ് മാസിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? നമുക്ക് ഈ ഒരു പോയിന്റ് ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ ഒരു പോയിന്റ് ഒറിജിൻ ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ദിസ് ഈസ് എക്സ് ആക്സിസ്, ഓക്കെ, ആൻഡ് ദിസ് ഈസ് വൈ ആക്സിസ്. അപ്പോൾ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് സ്ക്വയറിന്റെ സെന്ററിലാണ്. അതായത് ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് സെന്റർ ഓഫ് മാസ്. ഈ ഒരു പോയിന്റിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ഈ സൈഡ് എ ആണ്, സോ അതിന്റെ ഹാഫ് a/2. അതുപോലെ തന്നെ ഈ സൈഡും എ ആണ്, ഹാഫ് വരുന്നത് a/2. സോ കോർഡിനേറ്റ്സ് ഓഫ് സെന്റർ ഓഫ് മാസ് a/2 a/2. അന്ന് a/√2 എന്നായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അത് ഒന്ന് കറക്റ്റ് ചെയ്യാം. നിങ്ങൾ അങ്ങനെ എഴുതി പോയിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. സോ a/2 a/2 എന്ന് എടുക്കാം. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫോർമുല m1 x1 പ്ലസ് m2 x2 പ്ലസ് m3 x3 പ്ലസ് m4 x4 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2 പ്ലസ് m3 പ്ലസ് m4. 4 മാസമാണുള്ളത്, ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ്. ഓക്കെ, അവിടെ m1 x1 0 ആവും, കാരണം x1 എക്സ് കോർഡിനേറ്റ് m1ന്റേത് 0 ആണ്. m2 x2 എന്നുള്ളത് 2a എന്ന് കിട്ടും, പ്ലസ് m3 x3 a എന്ന് കിട്ടും, പ്ലസ് m4 ഇൻറ്റു 0 ആണ് വരിക. സോ ആ ടേം പോയി. ഓൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ചെയ്യുമ്പോൾ 4 പ്ലസ് m4 ഈക്വൽ ടു എക്സ് കോർഡിനേറ്റ് a/2. ഓക്കെ, സോ യുൽ ഗെറ്റ് 3a ഡിവൈഡഡ് ബൈ 4 പ്ലസ് m4 ഈക്വൽ ടു a/2. ഓർ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ യുൽ ഗെറ്റ് 4 പ്ലസ് m4 ഈക്വൽ ടു 6 or m4 equal to 6 minus 4 equal to 2 kilogram. അപ്പോൾ ഇത് എക്സ് കോർഡിനേറ്റിന്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്തതാണ്. ഇനി വൈ കോർഡിനേറ്റിന്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യാം. അപ്പോഴും ഇതേ ആൻസർ തന്നെയാണ് കിട്ടുക, 2 കിലോഗ്രാം എന്നുള്ള ആൻസർ തന്നെയാണ് കിട്ടുക.
അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്നതും കൂടി മനസ്സിലാക്കി വെക്കുക. ഏത് ജനറൽ കേസ് വന്നു കഴിഞ്ഞാലും ഫോർമുല ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ നമ്മൾ 20 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ പാർട്ട് ആരെങ്കിലും കാണാൻ ആർക്കെങ്കിലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. കൂടാതെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അതോടെ പ്രയോജനപ്പെടുത്തുക. തുടർന്നുള്ള ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്